ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മുടെ മെമ്മറിയാണ്. ഓക്കെ, എന്തൊക്കെ ഫങ്ഷൻസ് ആണ് നമ്മുടെ മെമ്മറി ചെയ്യുന്നത് അല്ലെ? ആദ്യം തന്നെ മെമ്മറിയെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം തന്നെ 3 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ടുണ്ട്. നമ്മുടെ മെമ്മറിയെ തന്നെ 3 ടൈപ്പായിട്ട് നമുക്ക് തരംതിരിക്കാം. സെൻസറി മെമ്മറി, ഷോർട്ട് ടൈം മെമ്മറി, ലോങ് ടൈം മെമ്മറി. അപ്പോൾ എന്താണ് സെൻസറി മെമ്മറി, എന്താണ് ഷോർട്ട് ടൈം മെമ്മറി, എന്താണ് ലോങ് ടൈം മെമ്മറി? ഓക്കെ, ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ഇപ്പോൾ സെൻസറി മെമ്മറി എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഇന്ദ്രിയങ്ങളായിട്ട് ബന്ധപ്പെട്ട് കിടക്കും. നമുക്കറിയാം, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് സെൻസറി മെമ്മറി എന്ന് പറയുന്നത്. നമ്മുടെ കണ്ണ്, മൂക്ക്, വായ, ത്വക്ക്, ഓക്കെ, ഇവയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മെമ്മറിയാണ് നമ്മുടെ സെൻസറി മെമ്മറി. ഇപ്പൊ നിങ്ങൾ കുട്ടികളാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് കടയിലേക്ക് പോകാനായിട്ട് മാതാപിതാക്കൾ പറഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾ പോകുന്ന വഴിക്ക് കുറെ കാര്യങ്ങൾ കാണാനായിട്ടുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ സിനിമ പോസ്റ്റർ കാണാം, ഒരു പോസ്റ്റ് കാണാം, ഓക്കെ, അവിടെ ആരെങ്കിലും ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് കാണാം, അങ്ങനെ പല കാഴ്ചകളും നിങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ ഈ കാഴ്ചകളെല്ലാം നമ്മുടെ മെമ്മറിയിലേക്ക് പോകുന്നുണ്ടെങ്കിലും അത് നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നില്ല. അത് നമ്മുടെ വിഷ്വൽ മെമ്മറി അല്ലെ, നമ്മുടെ വിഷ്വൽ മെമ്മറി കുറച്ച് നേരം മാത്രമാണ് നിൽക്കുന്നത്. അപ്പൊ കുറച്ച് നേരത്തെ ഒരു ലൈഫുള്ള മെമ്മറിയാണ് നമ്മൾ സെൻസറി മെമ്മറി എന്ന് പറയുന്നത്. അത് വളരെ കുറച്ച് നേരം നൈമിഷികമായിട്ട് മാത്രമേ നമ്മുടെ തലയിൽ നിൽക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് അതിന് സെൻസറി മെമ്മറി എന്ന് പറയുന്നത്. പിന്നീട് അടുത്തായിട്ട് വരുന്നതാണ് ഷോർട്ട് ടൈം മെമ്മറി. രണ്ടാമത്തെ മെമ്മറിയാണ് ഷോർട്ട് ടൈം മെമ്മറി. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ഒരു ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് കഴിച്ചത്? അപ്പൊ നിങ്ങൾ ചിലപ്പോൾ പല റെസ്പോൺസുകൾ പറയാം. അപ്പം കഴിച്ചു എന്ന് പറയാം, ചിലർ പറയും പുട്ട് കഴിച്ചു എന്ന് പറയാം, ചിലർ പറയും ഉപ്മാവ് കഴിച്ചു എന്ന് പറയാം. ഇതെല്ലാം നിങ്ങളുടെ ഷോർട്ട് ടൈം മെമ്മറിയാണ്. ഇത് നമ്മുടെ ഒരു എന്താ പറയാ, ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ റീകോഡ് ചെയ്തെടുക്കാവുന്ന കാര്യങ്ങളെയാണ് നമ്മുടെ ഷോർട്ട് ടൈം മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ സെൻസറി മെമ്മറി, ഷോർട്ട് ടൈം മെമ്മറി. പിന്നെ അടുത്തായിട്ട് വരുന്നതാണ് ലോങ് ടൈം മെമ്മറി. കുറെ നാളത്തേക്ക് ഉള്ള ഇൻഫർമേഷൻ നിലനിൽക്കുന്ന നമ്മുടെ മെമ്മറിയുടെ ഭാഗമാണ് ലോങ് ടൈം മെമ്മറി എന്ന് പറയുന്നത്. ഈ ലോങ് ടൈം മെമ്മറി പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? ഓക്കെ, വളരെ സിമ്പിൾ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ചില പദ്യങ്ങൾ, അതായത് ഒന്നാനം കൊച്ചു തുമ്പി എന്റെ കൂടെ പോരുമോ, നമ്മൾ 3ാം ക്ലാസ്സിലൊക്കെ പഠിച്ച പദ്യം ഇപ്പോഴും നമുക്ക് ചിലപ്പോൾ ഓർത്തെടുത്ത് പറയാനൊക്കെ ആയിട്ട് സാധിക്കും. ചില എസ്സേകൾ നമ്മൾ സ്കൂളിൽ പഠിച്ചത് അതൊക്കെ നമുക്ക് ചിലപ്പോൾ ഓർത്തെടുത്ത് പറയാനൊക്കെ ആയിട്ട് സാധിക്കും. അത് എങ്ങനെയാണ് നമുക്ക് സാധിക്കുന്നത്? അത് നമ്മുടെ ലോങ് ടൈം മെമ്മറിയുടെ പ്രവർത്തനം വഴിയായിട്ടാണ് നമുക്ക് അത് സാധിക്കുന്നത്. അപ്പോൾ ഈ മെമ്മറി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അതിന് നമ്മൾ 3 കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അതായത് എൻകോഡിംഗ്, സ്റ്റോറേജ്, റിട്രീവൽ. അങ്ങനെ 3 പ്രക്രിയകളിലൂടെയാണ് മെമ്മറി പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ബ്രെയിനിലെ ഹൈപ്പോ തലാമസ് എന്ന് പറയുന്ന ഏരിയയാണ് നമ്മുടെ മെമ്മറി ഫങ്ഷൻസിനെ, നമ്മുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഫങ്ഷൻസിനെയും നിയന്ത്രിക്കുന്നത്. മെമ്മറി ആണ് മെയിൻ ആയിട്ട് നമ്മുടെ പഠനത്തിൽ വരുന്നത്. അപ്പൊ നമുക്ക് അതിനെ സഹായിക്കുന്നത് ഹൈപ്പോ തലാമസ് ആണ് നമുക്കറിയാം. അപ്പൊ നമ്മൾ ഈ മെമ്മറി, ഈ ഓരോ മെമ്മറി നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഈ 3 പ്രോസസ്സിലൂടെയാണ് കടന്നു പോകുന്നത്. എന്താണത്? എൻകോഡിംഗ്, സ്റ്റോറേജ്, റിട്രീവൽ. ഓക്കെ, നിങ്ങളിപ്പോ ഒരു കാര്യം കേട്ടുകൊണ്ടിരിക്കുന്നു, ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ അവിടെ എൻകോഡിംഗ് എന്നൊരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങളുടെ മെമ്മറി ഹൈപ്പോ തലാമസിലേക്ക് പോയി അതവിടെ സ്റ്റോർ ചെയ്യപ്പെടുന്നു അല്ലെ. സ്റ്റോർ ചെയ്തതിനു ശേഷം ഇപ്പോൾ നിങ്ങൾക്ക് ആ സിനിമ പിറ്റേ ദിവസം നിങ്ങളുടെ ഫ്രണ്ടിനോടോ കൂട്ടുകാരനോടോ അത് പറയണം. അപ്പോൾ റിട്രീവൽ നടക്കുന്നു. നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു കാര്യത്തെ നിങ്ങൾ മറ്റൊരാളായിട്ട് പങ്കുവയ്ക്കുന്നു. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ എന്റെ ഉള്ളിലുള്ള ഒരു കാര്യത്തെ, എന്റെ മെമ്മറി സ്റ്റോർ ചെയ്ത കാര്യത്തെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇങ്ങനെ 3 പ്രോസസ്സുകളിലൂടെയാണ് നമ്മുടെ ഈ മെമ്മറി ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ മെമ്മറി നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ, സംടൈംസ് ചില സമയങ്ങളിൽ നമ്മുടെ മൈൻഡ് നമ്മുടെ മെമ്മറിയെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം? ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മുടെ മൈൻഡിൽ ഒരു ടെൻഡൻസി കൂടുതലായിരിക്കും. ഓക്കെ, ചില നെഗറ്റീവ് ചിന്തകളോടോ ചില നെഗറ്റീവ് കമാൻഡുകളോടോ ചിലപ്പോൾ നമ്മുടെ മൈൻഡിന് ഒരു ടെൻഡൻസി, ഒരു ഒബ്സഷൻ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിനെ ഒഴിവാക്കിയിട്ട് നമുക്ക് നമ്മുടെ മെമ്മറിയെ ക്ലിയർ ആക്കേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട്. അപ്പൊ നമുക്കത് എങ്ങനെ ചെയ്യാം? ഞാനൊരു എക്സാമ്പിളിലൂടെ അത് നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം. ഇപ്പോൾ നിങ്ങൾ ദിവസം രാവിലെ പള്ളിയിൽ പോകുന്ന വ്യക്തിയാണെന്ന് വെച്ചാൽ ഓക്കെ, അല്ലെങ്കിൽ നാളെ നിങ്ങൾ പള്ളിയിൽ പോകണം അല്ലെങ്കിൽ അമ്പലത്തിൽ പോകണം എന്ന് നിങ്ങളുടെ മനസ്സിൽ ഡിസൈഡ് ചെയ്തു. എന്നിട്ട് കിടന്നുറങ്ങിയാണ് നിങ്ങൾ ആരോടെങ്കിലും പറയാണ്, നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളോടോ ആരോടെങ്കിലും എന്നെ രാവിലെ തന്നെ ഒരു 6:30ക്കാണ് പള്ളിയിൽ അല്ലെങ്കിൽ അമ്പലത്തിൽ എത്തേണ്ടത്, അപ്പൊ എന്നെ ഒരു 6:15 തന്നെ വിളിക്കണം എന്ന് പറയും. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങൾ വിളിച്ചപ്പോൾ 6:20 അപ്പൊ ഫ്രണ്ട് നിങ്ങളോട് പറയാണ്, ഹോ എന്തൊരു ഉറക്കം, ഇങ്ങനെ കേൾക്കാൻ എങ്ങനെ പള്ളിയിൽ പോകാൻ പറ്റാ, എങ്ങനെ അമ്പലത്തിൽ പോകാൻ പറ്റാ, അങ്ങനെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങളടുത്ത് പറയുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മൈൻഡ് ചിന്തിക്കാം, മൈൻഡ് ചിന്തിക്കും, ഓ നീ എന്തിനാ പള്ളിയിൽ പോകണം അല്ലെങ്കിൽ അമ്പലത്തിൽ പോകണം, എന്തിനാ നീ കിടന്നേക്കാം, നേരം വൈകിയില്ലേ. സോ ചില നെഗറ്റീവ് ആയിട്ടുള്ള കമന്റുകളോട്, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളോട്
പറയുമ്പോൾ നമ്മുടെ മൈൻഡ് പെട്ടെന്ന് പ്രതികരിക്കും. പക്ഷെ അവിടെ സംഭവിക്കുന്നത് എന്താണ്? ചിലപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് പള്ളിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാൾ വരും, അദ്ദേഹത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് അങ്ങനെ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ പള്ളിയിൽ പോകണമെന്ന് വിചാരിച്ചത്, അല്ലെങ്കിൽ അമ്പലത്തിൽ. പക്ഷെ അത് നടന്നില്ല, പക്ഷെ അദ്ദേഹം വന്നു, പക്ഷെ നിങ്ങളെ കാണാനായിട്ട് പറ്റില്ല. അപ്പൊ കുറെ കാര്യങ്ങൾ അതിനോട് അനുബന്ധിച്ച് നടന്നു വരെ. അപ്പോൾ നമ്മുടെ ബ്രെയിനെ ഇഫക്റ്റീവായിട്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ നമ്മുടെ മൈൻഡ് ഉണ്ടാക്കുന്ന നെഗറ്റീവ് കമന്റ്സിനോട് നമുക്ക് നോ പറയാനായിട്ട് സാധിക്കണം. എങ്ങനെയാണ് ഈ നെഗറ്റീവ് കമന്റ്സിനോട് നമുക്ക് നോ പറയാനായിട്ട് സാധിക്കുക? ഓക്കെ, നമുക്കൊരു സിമ്പിൾ എക്സസൈസ് ചെയ്യാനായിട്ട് സാധിക്കും. എന്താണ് ആ സിമ്പിൾ എക്സസൈസ്? വേണമെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ ഒരു നോട്ട്ബുക്ക് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഡയറി, ഒരു പോക്കറ്റ് ഡയറി നമ്മുടെ പോക്കറ്റിൽ വെക്കാവുന്നതാണ്. അപ്പോൾ എപ്പോഴൊക്കെയാണോ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്സിൽ നിന്ന് നെഗറ്റീവ് കമന്റ് കിട്ടുകയും മൈൻഡ് അതിനോട് റിയാക്ട് ചെയ്യുകയും ചെയ്യുന്നത്, ആ ടൈം ജസ്റ്റ് നിങ്ങൾ മാർക്ക് ചെയ്യാം. അങ്ങനെ ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യം അങ്ങനെ സംഭവിച്ചു നമ്മൾ അങ്ങനെ മാർക്ക് ചെയ്ത് വയ്ക്കുക. പിറ്റേ ദിവസം നമ്മൾ അങ്ങനെ മാർക്ക് ചെയ്ത് വയ്ക്കുക. അങ്ങനെ നിങ്ങൾ മൂന്നാലഞ്ച് ദിവസം തുടർച്ചയായി ചെയ്യുന്നത് വഴിയായിട്ട് എന്ത് സംഭവിക്കും? നിങ്ങൾ മാർക്ക് ചെയ്തത് നിങ്ങളുടെ ടോട്ടൽ നമ്പർ കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് ഗ്രാജുവലി അനുഭവപ്പെടും. അങ്ങനെ നമുക്ക് അതിനെ കുറച്ചുകൊണ്ട് വരുവാനും നമ്മുടെ ബ്രെയിനെ എഫക്റ്റീവായിട്ട് ഫങ്ഷൻ ചെയ്യുവാനും ഒരു പ്രോപ്പർ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് സാധ്യമാകുവാനും സാധിക്കും. സോ താങ്ക് യു ഫ്രണ്ട്സ്, and try to subscribe these videos.